ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് നാളുകളായി നമ്മൾ കണ്ടിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എല്ലാവർക്കും അറിയും. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം നോർമലായി വരുന്നുണ്ട്. എല്ലാവരും അവരുടേതായ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോയി തുടങ്ങി. സോ ഇനി സാധാരണ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്നൊരു സ്മാർട്ട് ഫോൺ വിശേഷമായിട്ടാണ് വന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഓപ്പോ ഇന്ത്യയിൽ ഒരു സബ് ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റിയൽമി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷവോമി ഒരു സബ് ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പോക്കോ എന്നാണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു പോക്കോ ബ്രാൻഡിൽ വരുന്ന ആദ്യത്തെ ഫോൺ ഇന്നലെ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഈ പോക്കോ ഫോൺ F1. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. ഇപ്പോൾ ഈ ബെല്ലൈക്കൺ ഓൺ ആക്കിയാൽ ഒരുപാട് ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് ഒരുപാട് ആളുകൾ എനിക്ക് വാട്സപ്പിലും യൂട്യൂബ് കമൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്ത് ചാനലുമായിട്ട് ഒന്ന് എൻഗേജ്ഡ് ആവുക. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഷവോമിയെ കുറിച്ച് അധികം ആർക്കും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ് ഷവോമി. വളരെ കുറഞ്ഞ വിലയ്ക്ക് അടിപൊളി ഫോണുകൾ നൽകുന്ന അല്ലെങ്കിൽ ഫോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഷവോമി. ഇപ്പോൾ ഷവോമിയുടെ പുതിയ ബ്രാൻഡായ പോക്കോ എന്ന് പറയുന്ന ഈ ബ്രാൻഡ് ലീഡ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ഒരു മുൻ എക്സിക്യൂട്ടീവും അതുപോലെ ഷവോമിയുടെ ഇന്ത്യയിലെ പ്രോഡക്റ്റ് മാനേജർ കൂടിയാണ്. അപ്പോൾ ഈ ബ്രാൻഡിൽ വരുന്ന ആദ്യത്തെ ഫോണായ പോക്കോ ഫോൺ F1 എന്ന് പറയുന്ന മോഡൽ അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വിലയിലാണ് ഷവോമി ഇത് വിൽക്കുന്നത്. സോ ഇതിൻ്റെ വിലയും മറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ അവസാനം പറയുന്നുണ്ട്. സോ ആദ്യം തന്നെ നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 6.18 ഇഞ്ച് ഡിസ്പ്ലേ ആണ് കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട്. വേറെ പ്രധാന കാര്യം ഇതിൻ്റെ പ്രൊസസ്സർ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 845 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. അതുകൊണ്ട് തന്നെ ഒരു കിടിലൻ പെർഫോമൻസ് നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കമ്പനി ഇതിൽ ലിക്വിഡ് കൂൾ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ ഹീറ്റ് ആവുക അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഫോണിന് വരികയില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കിടക്കാം. ഡുവൽ സിമ്മോട് കൂടി ആൻഡ്രോയിഡ് 8 ഓറോയിൽ MIUI 9.6 ഇതിൻ്റെ റണ്ണിങ്. MIUI 10 ഇത് അപ്ഡേറ്റ് കിട്ടുമെന്ന് കമ്പനി ഇപ്പോൾ പറയുന്നുണ്ട്. ആൻഡ്രോയിഡ് Pൻ്റെ അപ്ഡേറ്റും കമ്പനി പ്രോമിസ് ചെയ്യുന്നുണ്ട്. 6.18 ഇഞ്ച് ഡിസ്പ്ലേയോട് കൂടി 2.5D കർവ്ഡ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 845 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കിടിലനാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഈ ഒരു സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കിടിലൻ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് തന്നെ നമുക്ക് പറയാം. 2 RAM വേരിയൻറ്റുകളാണ് ഈ ഒരു ഫോൺ വരുന്നത്. 6GB റാമും 8GB റാമും. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിലോട്ട് വരാം. 12 മെഗാപിക്സലും 5 മെഗാപിക്സലും ചേർന്ന ഡുവൽ റിയർ ക്യാമറയാണ് കമ്പനി ഇതിൽ കൊടുത്തത്. 20 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറ ഒക്കെ കിടിലനാണ്. അത് AI ഫീച്ചേഴ്സ് എല്ലാം ലഭ്യമുള്ള എല്ലാം നല്ലൊരു ക്യാമറ തന്നെയാണ് കമ്പനി ഇതിൽ കൊടുത്തത്. സെക്യൂരിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റും ഉണ്ട്, ഫേസ് അൺലോക്ക് ഫീച്ചറും ഉണ്ട്. അതുപോലെ ഈ ഫേസ് അൺലോക്ക് ഫീച്ചർ IR ലൈറ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിലും ഇതിൻ്റെ ഫേസ് അൺലോക്ക് ഫീച്ചർ വർക്കാകും. 64GB 128GB 256GB സ്റ്റോറേജ് വേരിയൻറ്റുകളാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുകൂടാതെ 256GB വരെ നമുക്ക് മെമ്മറി കാർഡ് ഇട്ടുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. 4000 mAh വലിയ ബാറ്ററി കമ്പനി ഇതിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ബാറ്ററിയും ഇതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സുകളും കാര്യങ്ങളും. സോ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇതിൻ്റെ വിലയായിരിക്കും. അല്ല, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു 1.5 ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ് കേട്ടോ. കാരണം ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു അടിപൊളി ഫോൺ തന്നെ. ഇതിൻ്റെ പ്രൊസസ്സർ മറ്റ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. സോ ഇനി വിലയിലൂടെ കിടക്കാം. ഇതിൻ്റെ വിലയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. 20,999 രൂപയ്ക്കാണ് ഷവോമി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയും നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ 20,999 രൂപയ്ക്ക് കൊടുക്കാൻ ഷവോമിക്ക് മാത്രമേ കഴിയൂ. കാരണം നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ വേരിയൻറ്റിൻ്റെയും വില നോക്കാം. 6GB റാമും 64GB സ്റ്റോറേജുമുള്ള വേരിയൻറ്റിൻ്റെ വില 20,999 രൂപയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ്. സോ ഈ 6GB തന്നെ നമുക്കൊക്കെ ധാരാളമാണ്. പിന്നെ 6GB റാമും 120GB സ്റ്റോറേജുമുള്ള വേരിയൻറ്റിൻ്റെ വില 23,999 രൂപയാണ്. പിന്നെ 8GB റാമും 256GB സ്റ്റോറേജുമുള്ള വേരിയൻറ്റിൻ്റെ വില 28,999 രൂപയാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 20,999 രൂപ. അപ്പോൾ പിന്നെ ഇതിന് ഒരുപാട് ലോഞ്ചിങ് ഓഫേഴ്സ് ഉണ്ട്. അത് നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്. സോ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ ഫോണിൻ്റെ അഭിപ്രായം ഒന്ന് പറയാം. റെഡ്, ബ്ലൂ, ബ്ലാക്ക് നിറങ്ങളാണ് ഇത് അവൈലബിൾ ആവുക. ആഗസ്റ്റ് 29 ഫ്ലിപ്കാർട്ട് കൂടി mi.comലുമാണ് ഇതിൻ്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ ഒരു 20,000 രൂപയുടെ റേഞ്ചിൽ ഫോൺ എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ ഈ ഒരു ഫോൺ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ എടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു 1.5 ഫോൺ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം.
അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകളുമായി നമുക്കിനി കാണാം. ബൈ.